ഹലോ ഗൈസ്, അപ്പോൾ നമ്മൾ എന്താണ് പെരുന്നാളിന് ഡ്രസ്സ് എടുക്കാൻ പോയാണ്. ഗൈസ്, നിങ്ങൾ ഇത്തന്നെ കണ്ടിട്ടില്ല എന്നല്ലേ പറഞ്ഞ, കാണാത്തവർക്ക് ഇതാണ് ഇത്തത്ത. നമുക്കുള്ള ഡ്രസ്സ് നമ്മൾ കഴിഞ്ഞ ദിവസം പോയി എടുത്തായിരുന്നു. ഇത് ഇത്തത്താക്ക് എടുക്കാനാണ് പോണത്. നമ്മൾ പറഞ്ഞു ഉമ്മ നമ്മൾ വരുന്നില്ല, ഇത്തത്ത ഉമ്മ കൂടെ പോയി എടുക്കാം. പക്ഷെ ഉമ്മ പറഞ്ഞു വാ മക്കളെ നമുക്ക് ഓട്ടോ വിളിച്ച് പോവാമെന്ന്. ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് കൊട്ട വെയിലത്ത് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഉമ്മ നടത്തിച്ച് ചോദിച്ചോ പറയുന്നു എന്താണ് 24 മണിക്കൂർ ഫോണിൽ കളിച്ച് കിടക്കുകയല്ലേ, കുറച്ചൊക്കെ നടക്കണം, ശരീരമൊക്കെ അനങ്ങട്ടത്. പിന്നെ അടുത്തായതുകൊണ്ട് സീനില്ല. ഗൈസ്, നമ്മളങ്ങനെ കടയിലെത്തി. നമ്മൾ സ്കൈലാണ് വന്നത്. കഴിഞ്ഞ ദിവസം നാസിയാക്ക് ബാഗ് വാങ്ങിച്ചു. പക്ഷേ എന്താണ് അവൾക്ക് ചെറിയ ടൈറ്റ് ആയതുകൊണ്ട് അതുകൊണ്ടൊന്ന് മാറ്റി വാങ്ങിച്ചു. നാസിയാക്ക് പെരുന്നാളിന് ഡ്രസ്സ് എടുത്തതാണ്. പിന്നെ അവൾ പറഞ്ഞു ഉമ്മ ഒരു ബാഗ് കൂടെ വാങ്ങിച്ചു തരാൻ പറഞ്ഞു. അങ്ങനെ അവൾക്ക് അതും വാങ്ങിച്ചു കൊടുത്തു. എനിക്കങ്ങനെ ബാഗ് ഒന്നും വലുതായിട്ട് ഇഷ്ടമല്ല. എനിക്ക് കൂടുതലും സെറ്റ് ആയിട്ടുള്ള ടോപ്പൊക്കെയാണ് ഏറ്റവും ഇഷ്ടം. നാസിയുടെ ഈ സിരി നോക്കിയാണ് ഞാൻ തന്നെ അവളെ ഈ സിരി ആദ്യമായിട്ടാണ് കാണുന്നത്. നാസി ഓരോരോ ടോപ്പ് എടുത്ത് നോക്കുകയാണ്. നമ്മൾ എന്ത് ഡ്രസ്സ് വാങ്ങാനാണെങ്കിലും നമ്മൾ ഇവിടെ സ്കൈലാണ് വരുന്നത്. കാരണം നമ്മൾ ഉദ്ദേശിക്കുന്ന ഡ്രസ്സ് ഇവിടെ കിട്ടും. അടിപൊളി കളക്ഷൻസ് ആണ്. എന്ത് ഫംഗ്ഷൻ ഉണ്ടെങ്കിലും നമ്മൾ ഇവിടെ നിന്നാണ് വാങ്ങാറ്. എന്റെ ഡ്രസ് കളക്ഷൻ കാണിക്കുന്ന മിക്ക പകുതി ഡ്രസ്സും ഇവിടെ നിന്ന് എടുത്തതാണ്. ഗായ്സ്, ഞാൻ അവിടെ നിന്ന് 3-4 ഡ്രസ്സ് ട്രയൽ ചെയ്ത് നോക്കി. എല്ലാം ഒന്നിനൊന്നിനും മെച്ചമായിരുന്നു. പക്ഷെ ഞാൻ ഓൾറെഡി വാങ്ങിച്ചത് കൊണ്ട് ഉമ്മ എനിക്കിത് വാങ്ങിച്ചു തന്നില്ല. പക്ഷെ എനിക്ക് കളറാണ് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. എനിക്ക് നല്ല രീതിയിൽ ചേരുന്നുണ്ടായിരുന്നു. അങ്ങനെ കുറച്ച് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തു. നിങ്ങൾക്ക് നൈറ്റപ്പ് ഇഷ്ടപ്പെട്ടോ ഉറപ്പായും കമന്റ് ചെയ്യാം. സത്യം പറഞ്ഞാൽ ഈ ഡ്രസ്സാണ് ഞാൻ ഫസ്റ്റ് ഇട്ടത്. നേരത്തെ ഇട്ട് ഡ്രസ്സിന്റെ പിറത്തൂടെയാണ് ഇട്ടത്. പക്ഷേ വീഡിയോ ഇട്ടപ്പോഴത്തേക്ക് തിരിഞ്ഞു പോയി. ഇത് നല്ല കളറാണ് കേട്ടോ, നല്ലൊരു പർപ്പിൾ ആയിട്ടുള്ള ഷെയ്ഡ് എന്നൊക്കെ പറയാം. അടിപൊളി കളറായിരുന്നു. എനിക്ക് എല്ലാം ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അടുത്തത് ഞാൻ ബ്ലാക്ക് ആണ് ഇട്ട് നോക്കുന്നത്. ഇതാണെങ്കിൽ നല്ല രസമുണ്ട്. ബ്ലാക്ക് എനിക്ക് നല്ല രീതിയിൽ ചേരുന്നപോലെ തോന്നി. അതാണ് ഇവിടുത്തെ കടയുടെ പ്രത്യേകത. എല്ലാം മനസ്സിനെങ്കിൽ ഇഷ്ടപ്പെടും. പക്ഷെ ഓൾറെഡി ഞാൻ എന്താണ് പെരുന്നാളിനുള്ള ടോപ്പ് സെറ്റൊക്കെ ഞാൻ വാങ്ങിച്ചായിരുന്നല്ലോ. അതുകൊണ്ട് എനിക്ക് ഇതൊന്നും വാങ്ങാൻ പറ്റിയില്ല. പക്ഷെ നാസിയ ഇത്തത്തായി വാങ്ങിച്ച സെയിം മോഡലിൻ്റെ ആ ഡ്രസ്സ് വേറെ കളറായിട്ടുള്ള എനിക്ക് വാങ്ങാൻ പറ്റി. ഉമ്മാനെ കുറച്ച് സോപ്പിട്ട്. അപ്പോൾ എന്തായാലും എനിക്ക് ഈ പെരുന്നാളിന് 2 ജോഡി ഡ്രസ്സായി. അടുത്തത് ഞാൻ വൈറ്റ് ആണ് ട്രൈ ചെയ്ത് നോക്കിയത്. ഇതും അടിപൊളി. ഞാൻ പറഞ്ഞില്ല എല്ലാം എനിക്ക് ഇഷ്ടപ്പെട്ടു. കടയിലുള്ളവർ പറഞ്ഞു ട്രയൽ ചെയ്തോ കുഴപ്പമില്ല. അതുകൊണ്ടാണ് ഞാൻ എന്താണ് ട്രയൽ ചെയ്തെന്നാണ് വീഡിയോസൊക്കെ എടുത്തത്. നിങ്ങൾക്ക് ഇതിൽ 3-ൽ ഏത് ഡ്രസ്സാണ് ഇഷ്ടപ്പെടുന്നത് ഉറപ്പായും തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അപ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷമാവും. ലൊക്കേഷൻ വരുന്നത് വർക്കല മൈതാനത്താണ്. സ്വയംവരയുടെ അടുത്തായിട്ടൊക്കെ വരും കേട്ടോ. അങ്ങനെ ഞാൻ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. എന്നിട്ട് ഞാൻ എൻ്റെ പഴയ ലുക്കിൽ തന്നെ വന്നു. എന്നിട്ട് നമ്മൾ അവിടെ നിന്ന് ബില്ലൊക്കെ അടിച്ചു. നിങ്ങൾ പെരുന്നാളിൽ ഡ്രസ്സൊക്കെ എടുത്തെങ്കിൽ എല്ലാവരും കമൻറ്റ് ചെയ്യുക. കട ചെറുതാണെങ്കിൽ കളക്ഷനെ പറ്റി പറയണ്ട, സൂപ്പർ കളക്ഷൻസ് ആണ്. പിന്നെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി വീണ്ടും നടന്നു തന്നെയാണല്ലോ പോണത്. തിരിച്ചെന്നപ്പോൾ നല്ല വെയിലാണ്, കാരണം മുഖത്തോട്ടാണ് അടിക്കുന്നത്. പിന്നെ നമ്മൾ എന്താണ് സ്കൂളിൻ്റെ ഫ്രണ്ടിൽ കൂടെയാണ് നടക്കുന്നത്. പിന്നെ ഉമ്മാടത്തൊക്കെ നമ്മൾ പറഞ്ഞിട്ട് എന്താണ് ലേസൊക്കെ വാങ്ങിപ്പിച്ചു. നമ്മൾ ഐസ് പേക്ക് കയറി ഐസ്ക്രീം കുടിക്കാന്നൊക്കെ പറഞ്ഞതാണ്. അപ്പോൾ ഇത്തത്തൊക്കെ പിന്നെ കയറാനും വരാനൊന്നും വയ്യ. പിന്നെ നമ്മൾ നേരെ എന്താണ് ഇവിടെ വന്നു. ഇതെൻ്റെ മുന്നത്തെ വ്ളോഗ് കണ്ടവർക്കാണെങ്കിൽ അറിയാം. ഇത് ഞാൻ മുന്നേ കുറച്ച് തുണിയൊക്കെ തയ്ക്കാൻ അങ്ങോട്ട് കൊടുത്തില്ല. ഇത് നമ്മൾക്ക് പെരുന്നാളിന് ഇടാൻ വേണ്ടിയാണ്. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് ഇത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാം ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഓക്കെ, ബൈ.